ഇന്ന് നമ്മുടെ വ്ളോഗിൽ തിരുവനന്തപുരത്ത് പോകുന്ന വിശേഷങ്ങളാണ്. ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകുന്ന ട്രെയിൻ വിശേഷങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗാണ് ഇത്. പിന്നെ കല്യാണത്തിനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കല്യാണത്തിന്റെ മാത്രമായിട്ടൊരു വ്ളോഗും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 വ്ളോഗ്സും കണ്ടിട്ട് അഭിപ്രായം പറയണം. കണ്ടു നോക്കൂ ഗായ്സ്. ഞങ്ങള് 9:15 ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചറിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, തൃശ്ശൂർക്ക് ബസ്സിൽ പോകണോ ട്രെയിനിൽ പോകണമെന്ന്. പിന്നെ നമ്മളവിടെ എത്തിയ ടൈമിൽ ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ലഗേജും കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ട്രെയിനാണ് കംഫർട്ടബിൾ. എത്രയൊക്കെ പിടിച്ചിട്ടാലും ഒരു 5-10 മിനിറ്റൊക്കെ അല്ലേ വൈകുള്ളൂ. അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് പോവാണ്. എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ. തിരുവനന്തപുരത്തൊക്കെ കുറേ നാളുകൾക്ക് ശേഷം പോകണമാണ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് 10:30 ശബരി എക്സ്പ്രസ് ആയിരുന്നു. അങ്ങനെ ഇതാ ട്രെയിനിലിരുന്ന് ചിൻ്റെ ഉറങ്ങി. ഇപ്പോൾ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, നേരത്തെ എഴുന്നേറ്റതുകൊണ്ടാണ് അവർക്ക് ഉറക്കം വരുന്നത്. ഇതാ കണ്ടില്ലേ, സാഫ്രോൺ വന്ദേ ഭാരത് എക്സ്പ്രസ് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് നേരം ട്രെയിൻ പിടിച്ചിട്ടെങ്കിലും 10 മണിയായപ്പോൾ നമ്മൾ എത്തിയിട്ടോ. സ്വതവേ 9:55 അവിടെ എത്താം. ഒരു 5 മിനിറ്റൊക്കെ വൈകിയുള്ളൂ. അങ്ങനെ 3rd പ്ലാറ്റ്ഫോമിലാണ് നമ്മളവിടെ നിർത്തിയത്. അപ്പോൾ ഞങ്ങൾ വേഗം ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുകയാണ്. കാരണം നമ്മുടെ ട്രെയിൻ വരെ ഇവിടേക്കാണ്. അനുപൊപ്പയും ചിന്തയും കുറച്ച് അടഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിർത്താണ്. ട്രെയിൻ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്നും പറഞ്ഞു. കോച്ച് പൊസിഷനൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെയാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ. എപ്പോഴും കുട്ടികളായിട്ടും നമ്മളൊക്കെ നിൽക്കുമ്പോൾ ഈ ഒരു മഞ്ഞ ലൈന് ക്രോസ് ചെയ്യാതെ നോക്കണം. നമ്മൾ ഇപ്പുറത്ത് നിൽക്കുന്നതാണ് എപ്പോഴും സേഫ്റ്റി. കാരണം ട്രെയിനൊക്കെ വരുന്നതുകൊണ്ട് കുട്ടികൾ എപ്പോഴാണ് അങ്ങോട്ട് ഓടുക അവർക്കറിയില്ലല്ലോ. പറഞ്ഞാലും ചിലപ്പോൾ അവർ ശ്രദ്ധിക്കാതെ എന്തെങ്കിലും കാണുമ്പോൾ ഓടും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടിട്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മളാണെങ്കിലും ഇത്തിരി സേഫ്റ്റി ഇതിന് നീങ്ങി നിൽക്കുന്നതിനാണ് നല്ലത്. അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ വന്ദേ ഭാരത് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കിയപ്പോണ്ട് ലോക്കോ പൈലറ്റും അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റും അവരെ കൊണ്ടുവന്ന് നമ്മളെ എന്നെ വിളിപ്പിച്ചിട്ട് കുട്ടികളെ അവിടെ നിന്ന് മാറ്റിക്കോ, സൈറൻ്റെ സൗണ്ട് അവർ പേടിക്കുമെന്ന് കാണിച്ചു. അപ്പോൾ അത് മനസ്സിലാക്കി ഞാൻ വേഗം മാറി നിന്നപ്പോഴേക്കും സൈറൻ മുഴങ്ങി. പെട്ടെന്ന് തന്നെ ഞാനും ഞെട്ടിപ്പോയിട്ടോ. അത്ര സൗണ്ടാണ്. കമ്പാരിറ്റീവ്ലി അതർ ട്രെയിൻസിനെ വെച്ച് നോക്കുമ്പോൾ ഈ വന്ദേ ഭാരതിൻ്റെ സൈറൻ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. സൈറൻ എന്ന് പറയുന്നത് ഈ ട്രെയിനിൻ്റെ ഹോണിനെയാണ്. അത് കേട്ടപ്പോൾ പൊപ്പയും ചിന്നയും ഒന്ന് അയ്യോ എന്നുള്ള മട്ടിൽ കരയാൻ പോയ പോലെയായി. വലിയ കരഞ്ഞൊന്നുമില്ല. അപ്പോൾ അടുത്തായിരുന്നെങ്കിൽ ഞാൻ ആ ഒരു രംഗം ആലോചിക്കായിരുന്നു. അവരെത്രയോ വലിയ ഹെൽപ്പാ ചെയ്തല്ലെങ്കിൽ ആദ്യം നിന്ന സ്ഥലത്താണെങ്കിൽ കുട്ടികൾ പേടിച്ച് കരഞ്ഞാൽ. അപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ശബരി എത്തി. 11 മണിയൊക്കെ ആയിട്ടോ ട്രെയിൻ എത്താനായിട്ട്. ട്രെയിനിൽ കയറി അപ്പർ ബർത്ത് ആണ് നമ്മളുടെ. അപ്പോൾ ഞാൻ വേഗം സ്ഥാനം പിടിച്ചു കേട്ടോ. സ്വതവേ ഇങ്ങനെയാണ് എൻ്റെ സ്വഭാവം. ട്രിവാൻഡ്രത്തു നിന്ന് വരുമ്പോൾ സ്ലീപ്പർ എടുത്തിട്ട് ഡേ ടൈം ആണെങ്കിൽ ഞാൻ കയറി മേലെ കിടക്കും. അപ്പറോ മിഡിലോ ഒക്കെ ആണെങ്കിൽ അവിടെ കയറി കിടക്കും. കാരണം ഡേ ടൈമിൽ എല്ലാവരും വന്നിട്ട് അവിടെ താഴത്തെ സീറ്റിൽ ഇരിക്കുമല്ലോ. അപ്പോൾ നമുക്കൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കിടന്ന് വരാനൊക്കെ വേണ്ടി ഞാൻ കിടക്കും. അന്നൊക്കെ ട്രിവാൻഡ്രത്തു നിന്ന് വരുമ്പോൾ ഉറങ്ങിയിട്ടാണ് ഞാൻ വരാട്ടോ. പക്ഷേ ഇപ്പം മക്കളുള്ളതുകൊണ്ട് എനിക്ക് ധൈര്യപ്പെട്ട് ഉറങ്ങാനൊന്നും വയ്യ. എന്നാലും അവിടെ കയറി കിടന്നപ്പോൾ പൊപ്പയും കമ്പനി തന്നു. ചിന്നിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ഇപ്പോൾ ചിൻ്റെ ഉറങ്ങി കേട്ടോ. എന്നൊരു 2:30 ഒക്കെ ആയപ്പോഴും ചിൻ്റെ ആ സമയത്താണ് 2:30 സമയത്താണ് ചിൻ്റെ ഉറങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ ഞാനും പൊപ്പയും ഇരുന്നിട്ട് ബീഫ് വറുത്തതും ചോറും ഇഞ്ചിയും പുളിയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുകയാണ്. ആഹാ, ഇതുപോലെ പൊതിച്ചോറൊക്കെ ട്രെയിനിലിരുന്ന് കഴിച്ചവർക്കറിയാം അതിൻ്റെ ഒരു സുഖം. ഉള്ളവർ കോമൻറ്റ് ചെയ്യണേ. അപ്പോൾ മറ്റുള്ളവർ കഴിക്കുമ്പോഴാണെങ്കിലും കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും. കാരണം ഞങ്ങൾ ട്രെയിനിലിരിക്കുമ്പോൾ മുട്ടയൊക്കെ വറുത്തിട്ട് ആരോ കൊണ്ടുവന്നിരുന്നു. ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇനി ബീഫൊക്കെ തുറക്കുമ്പോൾ സ്മെല്ല് വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഡ്രൈ ആയതുകൊണ്ട് വലിയ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അവിടെ ആരും ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്താ ഞാനും പൊപ്പയും ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്ന രംഗാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ട്രെയിനിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ലോങ് റൂട്ടൊന്നും പോയിട്ടില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ലഡു ഒക്കെ കഴിച്ചു കേട്ടോ. ഒരു രസം. ഭക്ഷണം കഴിച്ചപ്പോൾ എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും ചിൻ്റെ എഴുന്നേറ്റു. 4 മണിയായിട്ടോ ചിൻ്റെ എഴുന്നേൽക്കാനായിട്ട്. ചിൻ്റയ്ക്കും ഭക്ഷണമൊക്കെ കൊടുത്തു. ചിൻ്റെ അതൊക്കെ കഴിച്ചു. അത് വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മളവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് മഴക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കില്ല യാത്ര. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകണം. അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ ആദ്യമായിട്ടാണ് ഇത്ര ലോങ് റൂട്ടൊക്കെ പോണത്. ഇപ്പോൾ എപ്പോഴോ പോയിട്ടുണ്ട്, പഴനിക്കോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ചിൻ്റെ ആദ്യമായിട്ടാണ് ഇത്ര ലോങ് പോകുന്നത് കേട്ടോ. അപ്പോൾ ചിൻ്റെ എപ്പോഴും പറയാറുണ്ട് ട്രെയിനിൽ ടൂർ പോകണം, ട്രെയിനിൽ ടൂർ പോകണം. ചിന്തയുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു യാത്ര കൊണ്ട് പറ്റിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ കപ്പലണ്ടി, കാഷ്യോ ഒക്കെ കഴിച്ചുകൊണ്ട് പോവാണ്. ഞാൻ സ്വതവേ ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ലേസ് അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. അപ്പോൾ ട്രെയിൻ യാത്രയിൽ പ്രത്യേകിച്ച് അതൊന്നും വാങ്ങിച്ചില്ല. കുട്ടികൾക്ക് ഇതുപോലത്തെ ഐറ്റംസൊക്കെ കൊടുക്കാമെന്ന് വെച്ച് വാങ്ങിച്ചു പിടിച്ചായിരുന്നു. പിന്നെ ട്രെയിനിൽ നിന്ന് അധികം സ്നാക്സ് ഒന്നും വാങ്ങിച്ച് കഴിക്കേണ്ടല്ലോ, ഇത് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ച് പിടിച്ചതാണ്. അങ്ങനെ അവർ ഭയങ്കര ഇഷ്ടം കേട്ടോ. റോസ്റ്റഡ് കപ്പലണ്ടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചു. പിന്നെ കാഷ്യും കഴിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ.
അത് കഴിഞ്ഞ് 5:45 ആയപ്പോഴേക്കും ട്രെയിൻ അവിടെ എത്തി. പക്ഷേ വരുമ്പോഴേ എനിക്കൊരു പണി കിട്ടി. ഫോണിൽ ചാർജ് കയറുന്നില്ല. ട്രെയിനിൽ സ്വതവേ ഞാൻ ചാർജ് ചെയ്യാത്താണ്, പക്ഷേ തീരെ ചാർജ് ഇല്ലാത്തതുകൊണ്ട് കുത്തി അങ്ങനെ വർക്ക് ചെയ്യാണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. എങ്ങനെയോ റൂമിലെത്തി. മാനവീയത്തുള്ള BSNL ക്വാർട്ടേഴ്സിലായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ വന്ന് ചാർജ് ചെയ്ത് നോക്കിയിട്ടും ചാർജ് ആവുന്നില്ല. അങ്ങനെ നേരെ വെള്ളയമ്പലത്ത് പോയിട്ട് ഒരു സർവീസ് സെൻറ്ററിൽ ചോദിച്ചു. അപ്പോൾ അവരുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫാസ്റ്റ് ചാർജറായിരുന്നു. അങ്ങനെ അവർ ഓർഡർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കരമനയിൽ നിന്ന് വരത്തണ ആ ടൈം കൊണ്ട് ഞാൻ മക്കൾക്കുള്ള ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. നമ്മൾ തിരിച്ച് ചാർജർ വാങ്ങിച്ച് റൂമിലെത്തി. കുറച്ച് നേരം സർവീസ് സെൻറ്ററിൽ നിന്ന് ചാർജ് ചെയ്തെങ്കിലും ഫോണില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ച ഒരു മൊമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് മിസ്സായിപ്പോയി. എന്തായാലും ചാർജർ വാങ്ങിയപ്പോൾ മനസ്സമാധാനം. അങ്ങനെ ആ ടെൻഷനൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയായി കല്യാണത്തിന് പോകണം. എന്തായാലും നല്ലൊരു പ്ലസൻറ്റ് ഫീലിംഗ് ആയിരുന്നു അവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ മക്കളാണെങ്കിലും യാത്രാക്ഷീണമുണ്ട്. പിന്നെ തലേന്ന് എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. ചാർജർ കംപ്ലൈൻ്റ് ആയി, വേറെ സ്പെയർ ഫോൺ ഇല്ല, ഇനി ഒറിജിനൽ തന്നെ വാങ്ങിക്കണം. അപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഓൺലൈൻ എന്തായാലും വരത്താനുള്ള ടൈമൊന്നും ഇല്ലല്ലോ. അവിടുന്ന് കുറച്ച് ക്യാഷ് കൂടുതലാണെങ്കിൽ കൂടി വാങ്ങിച്ചു. പിന്നെ കല്യാണത്തിന് പോകുന്ന തിരക്കിലാണ് ഈ റൂമിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല അലമ്പായിട്ടൊക്കെ കിടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മാനവീയ തന്നെ ഉള്ള ഒരു ടിഫിൻ കോർണറിൽ നിന്നാണ് വാങ്ങിച്ചത്. തലേന്ന് നമ്മൾ വെള്ളയമ്പലത്തിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇതിപ്പോൾ കല്യാണത്തിന് ഒരുങ്ങാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. പിന്നെ അവിടെ പോയി അവിടെ ഇരുന്ന് കഴിക്കേണ്ട, റൂമിൽ വന്നിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ കല്യാണത്തിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് നോക്കാം. ഇനി തിരിച്ചു വരുന്ന വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തിരിച്ച് 11 മണിയുടെ 10 എക്സ്പ്രസ്സിലാണ് പോരുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലോവർ ബർത്തിൽ തന്നെ ഇരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചേട്ടൻ വന്നിട്ട്, നോർത്ത് ഇന്ത്യൻ ചേട്ടനാണ്, ആളുടെ സീറ്റാണ്, ബട്ട് അവിടെ റെസ്റ്റ് ചെയ്തോളൂ, ഞാൻ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഇറങ്ങുന്നവരെ ഒന്നും അങ്ങോട്ട് വന്നിരുന്നില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷമായി. നമ്മൾ നല്ല കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.